ഹായ് ഓൾ, വെൽക്കം ടു വൺസ് മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 3 എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അതിന്റെ മോഡ്യൂൾ 2 ഒരു ടോപ്പിക് നമുക്ക് നോക്കാം. മോഡ്യൂൾ 1 നമ്മൾ പറഞ്ഞ പല ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മോഡ്യൂൾ 2 കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സോ ആ കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റിലും പല ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ഉണ്ട്. അതിലെ ഒരു ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, സാധാരണ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സാധാരണ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ് വാല്യൂ, ആവറേജ് മീൻസ് ഒരു ഏതാണ്ട് ഒരു വാല്യൂ എന്ന രീതിയിലാണ് നമ്മൾ പ്രോബബിലിറ്റിയിലെല്ലാം പറയുന്നത്. നമുക്കൊരു പോസിബിലിറ്റി പറയുമ്പോൾ അതിൽ മാക്സിമം പോസിബിലിറ്റി കൊണ്ടുവരത്തക്ക രീതിയിൽ, മാക്സിമം എത്രത്തോളം പോസിബിലിറ്റീസ് വരാമോ അത്രയും പോസിബിലിറ്റീസ് കൊണ്ടുവരത്തക്ക രീതിയിൽ ആ ഒരു പ്രോബബിലിറ്റി വാല്യൂവിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. അത് പലതരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ഉണ്ട്. എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും ഓരോ സ്പെസിഫൈഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്രഷൻ ഉണ്ടാവും, പ്രോബബിലിറ്റിയുടെ എക്സ്പ്രഷൻ ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അത് ഒരു പ്രത്യേകതരം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. അത് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. ആദ്യം ഇത് അറിയുന്നതിന് മുമ്പ് കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിന്റെ, പ്രത്യേകിച്ച് നോർമൽ ഡിസ്ട്രിബ്യൂഷന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, അതിന് ആദ്യം പ്രോപ്പർട്ടിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. സോ അത് റെപ്രസെന്റ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/σ സ്ക്വയർ റൂട്ട് ഓഫ് 2π e റൈസ് ടു മൈനസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ 2σ സ്ക്വയർ. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സിഗ്മ റൂട്ട് 2π. ഇത് അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്രഷൻ ആണ്. സിഗ്മ റൂട്ട് 2π e റൈസ് ടു മൈനസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ 2σ സ്ക്വയർ. ഇത് ഓരോന്നും എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. മ്യൂ ഉദ്ദേശിക്കുന്നത് മീനിനെയാണ്. മീൻ ഇ ഓഫ് എക്സ് ഉണ്ടല്ലോ, അതാണ് മ്യൂ ഉദ്ദേശിക്കുന്നത്, മീൻ. അതേപോലെ തന്നെ സിഗ്മ എനിക്ക് എന്തെന്നറിയാം. സിഗ്മ ഉദ്ദേശിക്കുന്നത് SD അഥവാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതുപോലെ നമുക്ക് സിഗ്മ സ്ക്വയർ എന്താണെന്ന് അറിയാം, എന്താണ്? വേരിയൻസ്. സോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ ഉദ്ദേശിച്ചാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ രീതിയിൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ രീതിയിൽ എക്സ്പ്രഷൻസ് വരുന്നത്. മ്യൂ എന്താണ്, മീൻ എന്താണ്, വേരിയൻസ് എന്താണ്. ഓക്കെ അല്ലേ? നൗ പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷന് ബേസ് ചെയ്തിട്ട് നമുക്കൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഉണ്ട്. അത് നമുക്ക് അറിഞ്ഞിരിക്കണം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഉദ്ദേശിക്കുന്നത് സപ്പോസ് ഈ രീതിയിലായിരിക്കും ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കർവ്. എക്സ് ഇതെന്താണ്, ഇത് y ആക്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ കർവിന്റെ ഗ്രാഫ് സംതിങ് ലൈക്ക് ഈ രീതിയിലായിരിക്കും. ഓക്കെ അല്ലേ? സംതിങ് ഈ രീതിയിലായിരിക്കും. ഈ രണ്ട് ആക്സിസിൽ ടച്ച് ചെയ്യാതെ ഇതിന് പാരലൽ ആയിട്ടാണ് ഈ കർവ് പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ടാണെങ്കിലും റൈറ്റിലോട്ടാണെങ്കിലും. ഓക്കെ അല്ലേ? സോ അങ്ങനെ വരുന്ന ഈ ഡിസ്ട്രിബ്യൂഷൻ കർവ്, ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കർവിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ പ്രോബബിലിറ്റി വാല്യൂസ് മെഷർ ചെയ്യുന്നത്. ആ പ്രോബബിലിറ്റി വാല്യൂസിൽ നിന്ന് നമുക്ക് എന്തൊക്കെയെല്ലാം കണ്ടുപിടിക്കേണ്ടി വരും? നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി വാല്യൂസ് മെഷർ ചെയ്യേണ്ടി വരും. അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയുന്ന ടേബിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. സോ ആദ്യം ഈ ഡിസ്ട്രിബ്യൂഷൻ കർവിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ ഡിസ്ട്രിബ്യൂഷൻ കർവിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദിസ് കർവ്, അതായത് ഈ കർവിന്റെ അകത്തുള്ള റീജിയന്റെ ഓവറാൾ ഏരിയ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഏരിയ അണ്ടർ ദിസ് കർവ് എന്ന് പറയുന്നത് ഓവറാൾ റീജിയന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. അതാണ് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓവറാൾ റീജിയന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അതേപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കർവ്, ഈ ഗിവൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസിന് സിമെട്രിക് ആണ്. വിത്ത് റെസ്പെക്ട് ടു y ആക്സിസിന് എന്താണ്? സിമെട്രിക് ആണ്. എന്താണ് സിമെട്രിക് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്? ഈ y ആക്സിസിൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റൈറ്റ് ഹാഫ് സൈഡിൽ കിട്ടുന്ന അതേ സാധനം തന്നെയാണ് ലെഫ്റ്റ് ഹാഫ് സൈഡിൽ നമുക്ക് കിട്ടുന്നത്. RHS പാർട്ടിൽ കിട്ടുന്നത് തന്നെയാണ് LHS പാർട്ടിലും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലുള്ള ഏരിയ എത്രയെന്നാ പറഞ്ഞത്? 1. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹാഫ് പോർഷന്റെ ഏരിയ എത്രയായിരിക്കും? ഡയറക്റ്റ് 1/2, അതായത് 0.5 ആയിരിക്കും. ഓക്കെ അല്ലേ? അതായത് ഇപ്പം 0 എന്ന് പറയുന്ന പൊസിഷനാണ്. ആ 0 എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡ് ഇതുവരെയുള്ള കംപ്ലീറ്റ് ഏരിയയുടെയും അല്ലെങ്കിൽ കംപ്ലീറ്റ് റീജിയന്റെയും ഏരിയ എത്രയാണ്? 0.5. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ഏരിയയും അതിന്റെ റീജിയന്റെ ഏരിയ എത്രയാണ്? അതും 0.5 ആണ്. ടോട്ടലി ഏരിയ എത്രയാണ്? 1.
സോ ഇത്രയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ പ്രോബിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ കൂടുതലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്ക് ടേബിളിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ടേബിൾ എങ്ങനെയാണ് വരുന്നതെന്നും കൂടെ അറിഞ്ഞിരിക്കണം. ടേബിൾ കണ്ടുപിടിക്കുന്ന രീതിയൊന്നും നമുക്ക് അറിയേണ്ട, നമുക്ക് എക്സാമിന് ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വാല്യൂസ് എടുത്ത് ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ? പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന, അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ തന്നിരിക്കുന്ന വേരിയബിൾ എന്ന് വെച്ചാൽ പി ഓഫ് എക്സിലായിരിക്കും. എക്സിന്റെ വേരിയബിളിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നിരിക്കുന്നത്, നമുക്ക് പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സിന്റെ വേരിയബിൾ അനുസരിച്ചായിരിക്കും തന്നിരിക്കുന്നത്. ഇതിനെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനെ വേറൊരു വേരിയേറ്റിലേക്ക് അല്ലെങ്കിൽ വേറൊരു വേരിയബിളിലേക്ക് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ആ വേരിയബിൾ എന്ന് പറയുന്നത് ഇസഡ് എന്ന വേരിയബിളിലാണ് അതെനിക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഇസഡ്, ആ ഇസഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. എക്സ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ആയിരിക്കും. ആ എക്സിന്റെ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള എന്ത് കണ്ടുപിടിക്കാൻ, ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. അതേപോലെ മ്യൂ കണ്ടുപിടിക്കുന്നത്, മ്യൂ എന്ന് പറയുന്നത് എന്താണ്, മീൻ ആണ്. സിഗ്മ എന്താണ്, SD അഥവാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതെല്ലാം ക്വസ്റ്റ്യൻ ഗിവൻ ആയിരിക്കും. ഓക്കെ, അതിനനുസരിച്ചുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ ടേബിളിൽ നിന്ന് വാല്യൂ കണ്ടുപിടിച്ച് അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, നോക്കാം. സോ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. സോ ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് വാല്യൂ എടുക്കേണ്ടതെന്ന്. ഓക്കെ, സോ ഇവിടെ ഒരു പ്രോബ്ലം ചോദിച്ചിരിക്കണം. ഫോർ എ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വേരിയേറ്റ് വിത്ത് മീൻ 1. മീൻ എന്ന് പറയുന്നത് എത്രയാണ്, മ്യൂവിന്റെ വാല്യൂ എത്രയെന്നാ പറഞ്ഞത്, 1. അതുപോലെ SD അഥവാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് എത്രയെന്നാ പറഞ്ഞിരിക്കുന്നത്, 3. അതായത് മീൻ 1 ആണ്, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്, 3 ആണ്. ദെൻ ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ്, ഏതിന്റെ പ്രോബിലിറ്റി, 3.43 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6.19. ഇതിന്റെ എന്ത് കാണണം, പ്രോബിലിറ്റി വാല്യൂ കാണണം. സോ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് നോക്കുക. പി ഓഫ് 3.43 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6.19. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ പ്രോബിലിറ്റി ആണ് എനിക്ക് കാണേണ്ടത്. ഇതിന്റെ പ്രോബിലിറ്റി കാണാനായിട്ട് ആദ്യം എക്സിന്റെ വേരിയേറ്റിലാണ് ഈ 3.43 ആയാലും 6.19 ആയാലും ഉള്ളത്, അല്ലെങ്കിൽ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഉള്ളത്. ഇതിനെ ഏത് വേരിയേഷനിലേക്ക് കൺവേർട്ട്, അല്ലെങ്കിൽ ഏത് വേരിയേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഇസഡ് വേരിയേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് ഇസഡ് വേരിയേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ഇസഡ് വേരിയേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇസഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ എന്ന ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പോ എക്സ് അറ്റ് 2 പോയിന്റിന്റെയും ഇസഡ് കണ്ടുപിടിക്കുക. അതായത് അറ്റ് എക്സ് ഈക്വൽ ടു 3.43, അറ്റ് എക്സ് ഈക്വൽ ടു 3.43 ഇസഡിന് എന്ത് സംഭവിക്കും, ഇസഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. എക്സ് എത്രയാണ്, 3.43 മൈനസ് മ്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1. ഓക്കെ അല്ലേ? 1 ഡിവൈഡഡ് ബൈ സിഗ്മ എത്രയാണ്, 3. അപ്പോൾ 3.43 മൈനസ് 1 ഡിവൈഡഡ് ബൈ 3. സോ അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. 3.43 മൈനസ് 1 ഡിവൈഡഡ് ബൈ 3. സോ ചെയ്യുമ്പോൾ കിട്ടും 0.81. സോ 0.81. ഇനി വേണ്ടത് അറ്റ് 3.43 ആയി. ഇനി എന്ത് ചെയ്യണം, അടുത്ത് അറ്റ് 6.19, അതായത് അറ്റ് 6.19 ഇസഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. അതായത് എക്സ് എത്രയാണ്, 6.19 മൈനസ് മ്യൂ എത്രയാണ്, മ്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ മൈനസ് 1 ഡിവൈഡഡ് ബൈ സിഗ്മ എത്രയാണ്, 3. സോ 6.19 മൈനസ് 1 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, നോക്കാം. 6.19 മൈനസ് 1 ഡിവൈഡഡ് ബൈ 3, 1.73 ചെയ്ത് നോക്കുമ്പോഴും 1.73. അപ്പോ 6.19നും 3.43ക്കും ഉള്ള പൊസിഷനിലുള്ള എന്ത് വേരിയേറ്റ് കണ്ടുപിടിക്കുക, ഇസഡ് വേരിയേറ്റ് കണ്ടുപിടിക്കുക. സോ അത് ആദ്യം എന്ത് ചെയ്തു, ഞാൻ കണ്ടുപിടിച്ചു. ഇനി എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്, അതായത് പി ഓഫ് 3.43 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6.19. അപ്പോൾ ഈ പോയിന്റ്, ഈ 3.43ക്കും 6.19നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വേരിയേറ്റ് ഞാൻ കണ്ടുപിടിച്ചു. അതെന്തൊക്കെയായിരുന്നു, പി ഓഫ് 0.81 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.73. രണ്ട് കണ്ടുപിടിച്ച കാര്യമാണ്. അതായത്
3.43 കറസ്പോണ്ടിങ് 0.81, അതുപോലെ 6.19 കറസ്പോണ്ടിങ് എന്താണ് 1.73. സോ അത് രണ്ടുമാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അല്ല, സാധാരണ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കുക. ഓക്കെ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കുന്ന സമയത്ത് ഇതാണ് എന്റെ കർവ്. ഓക്കെ, ഇങ്ങനെ വരും. ഇതില് 0.81 അതെന്തായാലും പോസിറ്റീവ് വാല്യൂ തന്നെയാണല്ലോ, അത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും വരിക, എവിടെയെങ്കിലും. ഓക്കെ, ഡയമെൻഷൻ ഒന്നും എടുത്ത് വരയ്ക്കേണ്ട, ജസ്റ്റ് റഫ് ആയിട്ട് വരച്ചാൽ മതി. ഓക്കെ, 0.81 അതുപോലെ 1.73 ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും വരിക. എന്തായാലും 0.81 കഴിഞ്ഞിട്ട് തന്നെയാണല്ലോ 1.73 വരുന്നത്. സോ ഈ രണ്ട് പൊസിഷൻസും എനിക്ക് കിട്ടി, ജസ്റ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് എനിക്ക് വേണ്ടത് എന്താണ്, എവിടുത്തെ പ്രോബബിലിറ്റിയാണ് വേണ്ടത്, ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള പ്രോബബിലിറ്റി. അതായത് ഇസഡിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് ഏതുകൊണ്ടാണ്, 0.81 മുതൽ 1.73 വരെയാണ്. സോ ഇതുകൊണ്ടുള്ള റീജിയൻ, ഇത്രയും ഏരിയയാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, സോ ഇത്രയും ഏരിയ കിട്ടാനായിട്ട് പിന്നെ എന്ത് ചെയ്യണം ഞാൻ, അപ്പോൾ ഇതിന്റെ പ്രോബബിലിറ്റി വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടേബിളിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ടേബിളിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എല്ലായ്പ്പോഴും സീറോയെ വിത്ത് റെസ്പെക്റ്റീവ് ആണ് ടേബിളിൽ നിന്ന് വാല്യൂ മെഷർ ചെയ്യുന്നത്. അതായത് ഈ ഒരു റീജിയൻ കിട്ടാനായിട്ട് 0.81 മുതൽ 1.73 വരെയുള്ള വാല്യൂ കിട്ടാനായിട്ട് ഞാൻ വേറൊരു രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യുകയാണ്. ഇതിനെ ഈക്വൽ ടു പി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 1.73 മൈനസ് പി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 0.81. എന്താണ് ഇത് ചെയ്തത്, 0 മുതൽ 1.73 വരെയുള്ള പ്രോബബിലിറ്റി വാല്യൂ, 0 മുതൽ എന്ന് പറഞ്ഞാൽ ഇത് മുതൽ 0 മുതൽ 1.73, അതായത് ഇത് തൊട്ട് ഇതുവരെയുള്ള റീജിയൻ, മൈനസ് പിന്നെന്താ പറഞ്ഞത് 0 to 0.81 ഇത് തൊട്ട് ഇതുവരെയുള്ള റീജിയൻ, അതായത് 0 മുതൽ 1.73 വരെയുള്ള റീജിയൻ മൈനസ് 0 to 0.81 വരെയുള്ള റീജിയൻ. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇതേ മൈനസ് ഇത് ചെയ്താൽ മതി, എനിക്ക് എന്ത് കിട്ടും, ഈ ഒരു ഏരിയ കിട്ടില്ലേ. അതാണ് ഞാൻ എഴുതിയത്, 0 to 1.73 മൈനസ് 0 to 0.81. ഓക്കെ അല്ലേ? നോ, അപ്പോ ഇനി ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ ഇനി ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്, 1.73യുടെയും 0.81ന്റെയും. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. സോ ആദ്യം 1.73യുടെ കാര്യം നോക്കാം. അപ്പോൾ 1.73യുടെ ടേബിൾ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ എനിക്ക് വേണ്ടത് 1.73യുടെയാണ്. 1.73യുടെ കിട്ടാനായിട്ട് ആദ്യം ഈ ഒരു ഇത് വെർട്ടിക്കൽ വൈസ് നമ്പേഴ്സ് ആണ്, ഇത് ഹൊറിസോണ്ടൽ വൈസ് നമ്പേഴ്സ് ആണ്. സോ വെർട്ടിക്കൽ വൈസ് നമ്പേഴ്സിന്റെ 1.7 വരെ, അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഡിജിറ്റ് വരെയുള്ള നമ്പേഴ്സിനെ സെലക്ട് ചെയ്യുക. പോയിന്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഡിജിറ്റ് വരെ, അതായത് എത്ര, 1.7 ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവും. ദിസ് വൺ ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ ബാലൻസ് എത്രയാണ്, 1.7 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് എത്രയാണ്, 0.03 അല്ലെ. 1.7 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്രയാണ്, 0.03. ആ 0.03 ഈ ഹൊറിസോണ്ടൽ വൈസ് വന്നിട്ടുള്ള എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ, അത് എവിടെയാണ് വന്നിരിക്കുന്നത്, ഇവിടെ 0.03. അപ്പൊ 1.7 ഇതാണ്, 0.03 ഇവിടെയാണ് വന്നിരിക്കുന്നത്. സോ ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പൊസിഷനിലുള്ള വാല്യൂ എത്രയാണെന്ന് നോക്കുക. എത്രയാണ്, ദിസ് വൺ പോയിന്റ് ഇവിടെ വരുന്ന വാല്യൂ ആണ് 0.03 ഇതാണ്, 1.7 ഇതാണ്. അപ്പോൾ 1.73യുടെ വാല്യൂ ഇതാണ്, അതിന്റെ പ്രോബബിലിറ്റി വാല്യൂ 0.4582. നമ്മൾ ടേബിളിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ, 0.4582, അതായത് 0.4582 മൈനസ് പിന്നെന്താ ഇതേപോലെ 0.81 അതിനാദ്യം എന്ത് ചെയ്യണം, 0.81 കിട്ടാനായിട്ട് 0.81 അതിനാദ്യം 0.8 എടുക്കുക. 0.8 എടുത്തു. സോ അതിന് പിന്നെ ബാലൻസ് എത്രയാണ് വേണ്ടത്, 0.01. അതായത് ഇവിടെ വെർട്ടിക്കൽ വൈസ് 0.8 എടുക്കുക, ഇതാ നടക്കുന്നു 0.8, ഇവിടെയാണ് 0.8. പിന്നെ ബാലൻസ് എന്താ, 0.01 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് 0.01 വരുന്നത്. സോ ഇത് രണ്ടും നമ്മൾ മീറ്റ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് 0.2910 0.2910 രണ്ടും ടേബിളിൽ നിന്ന് കിട്ടിയതാണ്. സോ ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. 0.4582 മൈനസ് 0.2910 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0.1672 എന്ന് കിട്ടും. 0.1672 എന്ന് കിട്ടും. സോ അങ്ങനെയാണ് ഇതിന്റെ പ്രോബബിലിറ്റി വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ
നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരുന്നു അതിന്റെ മീൻ വേരിയൻസ്, അതായത് മ്യൂ സിഗ്മയും ക്വസ്റ്റ്യനിൽ ഗിവൻ ആയിരിക്കും. അതിൽ നിന്നുകൊണ്ട് ഞാൻ എന്ത് കണ്ടുപിടിച്ചു? രണ്ട് രീതിയിലും ഇസഡിന്റെ വേരിയറ്റ്, ഇസഡ് വേരിയറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇസഡ് വേരിയറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത്. എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. മ്യൂ എന്ന് പറയുന്നത് മീൻ, സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എക്സ് ഏത് പോയിന്റിലാണ്? 2 പോയിന്റിൽ. ഏതൊക്കെ പോയിന്റിൽ? 3.43ലും 6.19ലും. സോ 3.43 വരുന്ന സമയത്തുള്ള ഇസഡിന്റെ വേരിയേറ്റ് ആണ് 0.81. അതുപോലെ 6.19 വരുന്നത് എത്രയാണ്? 1.73. സോ 0.81നും 1.73ക്കും ഇടയിൽ എന്ന രീതിയിൽ, സോ ഇതിന് ഇക്വലന്റ് ആയിട്ട് നമുക്ക് ഇസഡ് വേരിയേറ്റ് ഈ രീതിയിൽ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്തു? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഞാൻ വരച്ചു. ആ കർവിൽ 2 വാല്യൂ 0.81 ആയാലും 1.73 ആയാലും രണ്ടും എന്ത് തന്നെയാണ്? പോസിറ്റീവ് വാല്യൂ ആണ്. രണ്ടിടത്തും 0.81ഉം 1.73യും പ്ലേസ് ചെയ്തു. എന്നിട്ട് എന്ത് വേണം? ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള റീജിയൻ ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ടേബിളിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കാൻ 0 വിത്ത് റെസ്പെക്ട് ടു വെച്ച് മാത്രമേ നമുക്ക് അതിന്റെ വാല്യൂസ് എടുത്ത് എഴുതാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് 0 മുതൽ 1.73 വരെയുള്ള വാല്യൂ, പ്രോബബിലിറ്റി വാല്യൂ, മൈനസ് 0 മുതൽ 0.81 വരെയുള്ള വാല്യൂ. സോ സബ്ട്രാക്ട് ചെയ്തതിനു ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്തു? ടേബിളിൽ നിന്ന് വാല്യൂ കണ്ടുപിടിച്ചു. 1.73യുടെ കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യുക? 1.7 സെലക്ട് ചെയ്യുക. അത് വെർട്ടിക്കൽ വൈസ് ഉള്ള പോയിന്റ് എവിടെയാണെന്ന് നോക്കുക. നോക്കി അത് കഴിഞ്ഞ ശേഷം ബാലൻസ് 0.03. അപ്പോൾ 1.7ഉം 0.03യും മീറ്റ് ചെയ്യുന്ന പോയിന്റിലുള്ള വാല്യൂ സെലക്ട് ചെയ്യുക. അതാണ് അതിന്റെ പ്രോബബിലിറ്റി വാല്യൂ. അത് എത്രയാണ് ഇവിടുത്തെ കേസിൽ? 0.4582. ടേബിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സോ 0.4582 അതവിടെ എഴുതി. ഇതേപോലെ 0.81ന്റെ എടുക്കുമ്പോൾ 0.8 വെർട്ടിക്കൽ വൈസ്, ബാലൻസ് വരുന്നത് എത്രയാണ്? 0.01. അത് ഹൊറിസോണ്ടൽ വൈസ് രണ്ടാമത് വരുന്ന പോയിന്റ്. സോ 0.8 then 0.01 രണ്ടും വരുമ്പോഴാണ് 0.2910. തമ്മിൽ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? ആൻസർ 0.1672 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? സോ ഈ രീതിയിലാണ് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന എക്സ് വേരിയേറ്റ് തന്നിട്ടുണ്ടാവും. അതിന് നമ്മൾ എന്ത് വേരിയേഷനിലേക്ക് മാറ്റുക? ഇസഡ് വേരിയേറ്റിലേക്ക് മാറ്റുക. പിന്നെ ടേബിളിൽ നിന്ന് വാല്യൂ സെലക്ട് ചെയ്യുന്നത് കുറച്ച് നമ്മൾ കെയർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. സോ ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസും ഫർദർ ടോപ്പിക്സും ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.